മനോരമയ്ക്ക് തിരിച്ചടി കിട്ടിയാലും അവർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടത്തുന്ന ഒരു വിഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദേ ഈ ദൃശ്യത്തിലേക്ക് നോക്കിയേ. ഡേറ്റ ചോർച്ച. ഈ അടുത്ത ദിവസം മനോരമ വലിയ ഹെഡിങ്ങുകൾ അടിച്ചു നിരത്തിയതാണ്. സർക്കാർ ജീവനക്കാർക്കുള്ള DA കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പോകുന്നു എന്നത് മുഖ്യമന്ത്രി ജീവനക്കാർക്ക് പേരെടുത്ത് മെൻഷൻ ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചു. അതായത് സർക്കാർ ജീവനക്കാരുടെ വകുപ്പായ പൊതുഭരണ വകുപ്പിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന കുടിശ്ശിക തരാൻ പോകുന്നു എന്ന മെസ്സേജ് അയച്ചു. അതുടനെ വലിയ വിവാദമാക്കി ഡേറ്റ ചോർച്ച എന്നൊരു പുതിയ ആരോപണത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി മനോരമയാണ് ആ വാർത്ത കത്തിച്ചത്. ഉടനടി പ്രതിപക്ഷം അത് ഏറ്റെടുത്ത് മനോരമയ്ക്കൊപ്പം തന്നെ തുള്ളി. എന്നിട്ട് അതും പൊക്കി നേരെ കോടതിയിലേക്ക് പോയി. കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു. അപ്പോൾ സർക്കാരിന് മനോരമ ആശ്വാസം കൊടുക്കുകയാണ്. അടി കിട്ടിയത് പ്രതിപക്ഷത്തിൻ്റെയും മനോരമയുടെയും കരണക്കുറ്റിക്കാണെങ്കിലും നൈസായിട്ട് അത് സർക്കാരിന് ആശ്വാസമാക്കുകയാണ്. സ്പാർക്ക് ഡേറ്റ ചോർച്ച. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഒരു വ്യക്തിയെ ആ ചിത്രത്തിലേക്ക് നോക്കിയേ, നമുക്ക് എന്ത് ഫീലാണ് ഉണ്ടാകുന്നത്? അതായത് അദ്ദേഹം ഏതോ ഒരു സന്ദർഭത്തിൽ എവിടേക്ക് നോക്കുന്ന ആ ദൃശ്യത്തെ കൃത്യമായി കട്ട് ചെയ്തെടുത്തു. ആ ചിത്രത്തിൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ ഒരു നെഗറ്റിവിറ്റി കൃത്യമായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ചിത്രം എടുത്ത് വെച്ചതിന് ശേഷം ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ ദൃശ്യത്തിലൂടെ ഉൾപ്പെടെ എങ്ങനെയാണ് തെറ്റായിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന വൈദഗ്ധ്യമെന്ന് നോക്കിയേ. ഇവർ കൊടുത്ത വ്യാജ വാർത്തയെ ഹൈക്കോടതിയാണ് എടുത്ത് തോട്ടിലെറിഞ്ഞത്. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇവർ ആശ്വാസം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം അതൊരു ശരിയായ ചിത്രമാണോ? അല്ലല്ലോ. ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ആശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിത്രമാണോ നമ്മൾ ഉപയോഗിക്കാറുള്ളത്? അല്ല. അവിടെയാണ് മനോരമയ്ക്കകത്തിരിക്കുന്നവന്മാരുടെ തെണ്ടിത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം അരങ്ങേറുന്നത്. വ്യക്തിയെ, അത് ഏത് വ്യക്തിയും ആയിക്കോട്ടെ, ചില പൊസിഷനിലുള്ള ഫോട്ടോ എടുത്ത് നമുക്ക് ആ ഫോട്ടോ കണ്ടിട്ട് വ്യക്തിയോട് ഒരു അനുഭാവം തോന്നരുത്. ആ നോട്ടത്തിലും ആ ശരീരഭാഷയും കണ്ടിട്ട് അയാളോട് ആശ്വാസം കിട്ടിയെങ്കിലും അയാൾ ഒരു കുറ്റക്കാരനാണെന്ന തോന്നൽ ഉണ്ടാകുന്ന തരത്തിൽ അതിനെ പ്ലേസ് ചെയ്ത് ആ ദൃശ്യത്തിലൂടെ ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇതാണ് മനോരമയ്ക്കകത്തിരിക്കുന്ന സംഘി കൊങ്ങി മനോഭാവക്കാരന്മാരുടെ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം. ഈ മാധ്യമ പ്രവർത്തനമാണ് നാട് അറിയേണ്ടത്. ഒരാൾ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കൊടുക്കാൻ പാടില്ല. ആശ്വാസം കിട്ടുന്ന സന്ദർഭത്തിൽ ചിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം കൂളായിട്ടിരിക്കുന്ന ഫോട്ടോ കൊടുത്താൽ അതൊന്നും അങ്ങോട്ട് വർക്കാവില്ല. ആ ഫോട്ടോ കാണുമ്പോൾ ഇന്നലകളിൽ അയാൾക്കെതിരെ ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കിയെടുത്തതിനെ ചിത്രം കാണുമ്പോഴും ആ ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ആ ദൃശ്യം കാണുമ്പോൾ അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ടാകണം. അയാളുടെ ആ ഇരിപ്പും നോട്ടവും എല്ലാം മോശമാണെന്ന് തോന്നിക്കണം. എന്നിട്ട് ആശ്വാസം എന്ന് പറയുമ്പോൾ വാർത്തയെക്കാളും ആ ചിത്രം കൂടുതൽ സംസാരിക്കുമെന്നുള്ള അവരുടെ മാനസികാവസ്ഥയുണ്ടല്ലോ, ആ തെമ്മാടിത്തരമാണ് ഈ നാട് തിരിച്ചറിയേണ്ടത്. വ്യക്തിയെ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നത് ഇവരാണ്. ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചവർക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമ്പോഴും ദൃശ്യത്തിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും ആൾക്കാരുടെ ഇടയിലേക്ക് വിദഗ്ധമായിട്ട് വിഷം കുത്തി നിറയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് സംഘപരിവാർ തന്ത്രമെന്ന് പറയുന്നത്. നാട് ഇനിയെങ്കിലും ഈ ഇമാതിരി പിതൃശൂന്യതയും തെമ്മാടിത്തവും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വ്യക്തിയെ കേന്ദ്രീകരിച്ച് വാർത്ത സൃഷ്ടിച്ചത് നിങ്ങൾ തിരിച്ചടി കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോ വയ്ക്കേണ്ടടുത്ത് സർക്കാരിന് ആശ്വാസം കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ആ മാമാപ്പണിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വഷളത്തരമാണ് അല്ലെങ്കിൽ എത്ര വൃത്തികേടാണ് ആ പണിയെന്ന് ചിന്തിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും.